തന്ത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് കൃത്യമായി അറിഞ്ഞുകൂടാ. എങ്കിലും അത് എന്നെ പിടിപിടിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കിപ്പോൾ ഒരു സന്ദേഹം. അതായത് ചില കാരണവന്മാർ പറയാറുണ്ട്, ഇപ്പോഴത്തേതൊക്കെ എന്തോ ഇരിക്കുന്നു, അതൊക്കെ പണ്ടല്ലായിരുന്നോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏതെങ്കിലും കാര്യത്തെപ്പറ്റി, ഇപ്പോഴത്തെ നടീനടന്മാരെ പറ്റി, അത് പഴയവരായിരുന്നു ഭയങ്കര ഗംഭീരം, ഇപ്പോഴുള്ളവർക്ക് എന്ത് നടിക്കാൻ അറിയാവുന്നു, ഈ രീതിയിലാണ് അവർ പറയാറ്. വെള്ളപ്പൊക്കമോ, അത് 91-ൻ്റെ വെള്ളപ്പൊക്കമല്ലേ, അല്ലാതെ വേറെ വെള്ളപ്പൊക്കം വല്ലതും ഉണ്ടോ, അതിനോട് കിടപിടിക്കാൻ മറ്റുള്ളതുണ്ടോ? അപ്പോൾ ഇങ്ങനെ അത് കാരണവന്മാരുടെ ഒരു സ്ഥിരം ശൈലിയാണ്. പഴയതെല്ലാം ഭയങ്കര ഗംഭീരം, കഴിഞ്ഞു പോയത് ഇപ്പോഴത്തെ ഒന്നും പോരാ എന്ന്. ഇപ്പം ഇത് ഞാൻ പറയാൻ കാര്യം, ഇന്ത്യ ഡേ പരേഡ് മൻഹാട്ടനിലെ ഏറ്റവും വലിയ, ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഇന്ത്യ ഡേ പരേഡിൽ ഞാൻ പോയി പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കുറവ് പോലെ തോന്നി. അപ്പോൾ കുറവെന്താണെന്ന് ചോദിച്ചാൽ, പഴയ ഒരു ഗുമ്മില്ല, പഴയ അത്ര ആളില്ല എന്നൊരു തോന്നൽ. അപ്പോൾ ഇതെൻ്റെ തോന്നൽ മാത്രമാണോ എന്നൊരു സന്ദേഹം തോന്നിയതുകൊണ്ട് ഞാൻ പലരോടും സംസാരിച്ചു. ഈ ലീലാമാരേട്ട്, ഫൊക്കാന നേതാവ് ലീലാമാരേട്ട്, അവർ ഈ രംഗത്തെ ഒരു വെറ്ററനാണ്. ഈ ഒരു 10-25 വർഷമായിട്ട് ഈ പരേഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. 5 തവണ ഫ്ലോട്ട് ഇറക്കി. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ തന്നെ അഭിപ്രായം പറഞ്ഞു, ആൾ കുറവ് ഉള്ളതുപോലെ തോന്നി. ഈ പരേഡ് നടത്തുന്നത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അസോസിയേഷൻസ് ഇൻ ന്യൂയോർക്ക്, ന്യൂജേഴ്സി ആൻഡ് കണക്റ്റിക്കട്ട്, ഈ സംഘടനയാണ് നടത്തുന്നത്, FIA. അതിൻ്റെ സ്ഥാപകൻ മലയാളിയായ ഡോക്ടർ തോമസ് എബ്രാഹമാണ്, ഇപ്പോൾ ഗോപിയയുടെ നേതാവ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്ട്രീമിങ്ങിലാണ് കണ്ടത്, അപ്പോൾ ആൾ കുറവുള്ളതുപോലെ തോന്നി എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി ആദ്യകാല നേതാക്കളുടെ ഒരാളായ ആൻറ്റി പാട്ടിയെ വിളിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ആൾ കുറവുള്ളതായിട്ട് തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഈ ന്യൂയോർക്കിൽ മാത്രമല്ല, ന്യൂജേഴ്സിയിലെ എഡിസണിൽ വമ്പിച്ച പരേഡ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലോങ് ഐലൻഡിൽ തന്നെ 2 പരേഡ് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പരേഡുണ്ട്. അപ്പോൾ ആളുകളുടെ ക്യൂൻസിലുണ്ട്. ന്യൂയോർക്ക് സിറ്റിയിൽ മറ്റൊരു പരേഡ് തന്നെ ഉണ്ട്, ഒരു സിറ്റിയിൽ തന്നെ 2 പരേഡ്. അപ്പോൾ അങ്ങനെ പല പരേഡുകൾ വരുന്നതുകൊണ്ട് ആളുകൾക്ക് കുറച്ച് താല്പര്യം കുറവുണ്ട്. അതുപോലെ തന്നെ ആളുകൾ പലരും സ്ട്രീമിങ്ങിൽ കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്തിനാണ് ഈ പരേഡ് പിന്നെ ഈ വെയിൽ പഠിച്ച് അവിടെ പോകുന്നത്, സ്ട്രീം ചെയ്ത് ഇത് കാണാനായി വീട്ടിലിരുന്ന് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം കുറച്ചൊരാൾ കുറവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു. അത് ശരിയായിരിക്കാം. എന്തായാലും എനിക്ക് ശ്രദ്ധേയമായ കാര്യം തോന്നിയത്, ചെറുപ്പക്കാരാണ് അവിടെ ധാരാളമായിട്ട് വന്നത്. എൻ്റെയൊക്കെ ആ പഴയകാല പ്രതാപമൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നിട്ട് അവിടെയൊന്നും നമ്മുടെ ഒന്നും സമകാലീനരായ ആളുകളെ ആരെയും കണ്ടില്ല. മലയാളികളെ അല്ല, മറ്റ് ആളുകളെ ഒന്നും കണ്ടില്ല. എല്ലാവരും പുതിയ തലമുറ ആധിപത്യം നേടിയതുപോലെ തോന്നി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ന്യൂയോർക്ക് സ്റ്റേറ്റ് ഗവർണർ കാത്തി ഹോക്കൽ വന്നു എന്നുള്ളതാണ്. അവർ വന്നു, 38-ാം സ്ട്രീറ്റിൽ നിന്ന് കുറേ ദൂരം നടന്നു, ഇടയ്ക്കുള്ള ആ സ്റ്റാൻഡിൽ നിന്ന് സംസാരിക്കുകയും ചെയ്തു. അപ്പം ഒരു ഗവർണർ ആദ്യമായിട്ട് ഈ പരേഡിൽ വരുന്നത്, ഈ 44 വർഷമായി പരേഡ് നടക്കാൻ തുടങ്ങിയിട്ട് ഇതാദ്യമായിട്ടാണ് ഒരു ഗവർണർ വരുന്നത്. വരാനുള്ള കാരണം നമുക്കറിയാം, ഈ വർഷം ഇലക്ഷനുണ്ട്. എങ്ങനെയായാലും വന്നല്ലോ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ വന്ന് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അധികമൊന്നും സംസാരിച്ചില്ല, ആകെ 1 മിനിറ്റൊക്കെയാണ് സംസാരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ ഫുഡ് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് നമുക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അവർ ജെറമി ക്യൂനി എന്ന് പറഞ്ഞൊരു സെനറ്റർ ഉണ്ട്. അദ്ദേഹം ആദ്യ ഇന്ത്യക്കാരനാണ്, സെനറ്ററാകുന്ന ആദ്യ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു. അദ്ദേഹം അപ്സ്റ്റേറ്റിലാണ്, നമുക്കാർക്കും അത്ര പരിചയമില്ല. അദ്ദേഹത്തെ ചെറുപ്പകാലത്ത് ഏതോ ഒരു അമേരിക്കക്കാരി ദത്തെടുത്ത് വരുന്നതാണ്. അതുകൊണ്ടാണ് ക്യൂനി എന്നുള്ള പിന്നെ സർനെയും വരുന്നത്. അപ്പോൾ അദ്ദേഹവും അതുപോലെ തന്നെ ഈ മലയാളിയായ നമ്മുടെ പിന്നെ കെവിൻ തോമസുമാണ്. അദ്ദേഹം പിന്നീട് ഈ സെനറ്റർ സ്ഥാനത്ത് നിന്ന് പിന്നീട് മത്സരിച്ചില്ല. അവർ 2 പേരുമാണ് ആദ്യകാല ഇന്ത്യക്കാർ സെനറ്റിൽ അംഗമാകുന്നവർ. അപ്പോൾ അവരുടെ കാര്യം, പിന്നെ ജെറമി ക്യൂനിയുടെ കാര്യം അവർ എടുത്തു പറയുകയും ചെയ്തു. എന്തായാലും ഗവർണർ പങ്കെടുത്തു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യം. പക്ഷേ അതിൽ ഏറെ ശ്രദ്ധേയമായി തോന്നിയത്, ന്യൂയോർക്ക് സിറ്റിയുടെ നഗരപിതാവ്, അതായത് ഇന്ത്യക്കാരനായ സൊഹ്റാൻ മാംദാനി പങ്കെടുത്തില്ല. ഇത്രയും 10,000-കണക്കിന് ആളുകൾ, ഇപ്പം ലക്ഷക്കണക്കിനില്ലെങ്കിൽ കൂടി 10,000-കണക്കിന് ഇന്ത്യക്കാർ കൂടിയൊരു പരിപാടിയാണ്. അവിടെ ഇന്ത്യക്കാരനായ മേയർ പങ്കെടുത്തില്ലെങ്കിൽ പിന്നെ അതൊരു വലിയ മോശം തന്നെ, വലിയൊരു കുറവ് തന്നെ. ഇതിനു മുമ്പ് എല്ലാ കാലത്തും ന്യൂയോർക്ക് സിറ്റി മേയർമാർ ഈ പരേഡിൽ പങ്കെടുക്കുക പതിവായിരുന്നു. ഇപ്രാവശ്യം മേയർ വന്നില്ല എന്നുള്ളത് പിന്നെ അതിശയമായിട്ട് തോന്നുന്നു. എന്തുകൊണ്ടാണതെന്ന് അതിൻ്റെ കൃത്യമായ കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ചിലർ പറയുന്നു അദ്ദേഹം വെക്കേഷന് പോയി. അപ്പോൾ ഇന്നലെ ശനിയാഴ്ച അദ്ദേഹം ക്യൂൻസിലെ പരേഡിൽ വന്നിരുന്നു. എന്നിട്ട് ഇന്ത്യക്കാരനായ ആദ്യത്തെ മേയറാണ് താനെന്നും ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു എന്നൊക്കെ അദ്ദേഹം കൃത്യമായി പറയുകയും ചെയ്തതാണ്. അങ്ങനെ ഒരു വ്യക്തി ഈ പരേഡിൻ്റെ ദിവസം തന്നെ വെക്കേഷന് പോയി എന്നുള്ളത് പിന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമാവുന്നില്ല. രണ്ടാമത് ചിലർ പറയുന്നത് ഇദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്ന്. മേയറെ ക്ഷണിച്ചില്ലെങ്കിൽ കൂടി മേയറുടെ കീഴിലാണ് പോലീസും മുഴുവൻ. പോലീസിൻ്റെയൊക്കെ സഹായവും അനുമതിയില്ലാതെ പരേഡൊന്നും നടത്താനാവില്ല. അപ്പോൾ പിന്നെ ക്ഷണിക്കാതിരിക്കുന്ന പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ FIA ഒക്കെ നേതൃത്വം കൊടുക്കുന്നത് സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. കൂടുതലും അതിലുള്ള നേതൃത്വത്തിലുള്ള പലരും
അപ്പോൾ അവരൊക്കെ തന്നെ ഈ മാംദാനിക്കെതിരെ അതിശക്തമായിട്ട് നിലകൊണ്ടവരാണ്. ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഈ മാംദാനി വരുന്നതിനെ ശക്തമായിട്ട് എതിർത്തിരുന്ന ആ പ്രചാരണമൊക്കെ നടത്തിയിരുന്ന ആളുകളാണ്. അപ്പോൾ അവരിനി ഇദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഇഷ്ടപ്പെടാതിരുന്നുവോ എന്നറിഞ്ഞുകൂടാ. എങ്ങനെയായാലും മേയറെ ക്ഷണിച്ചില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാനാവുന്നില്ല. ക്ഷണിച്ചിരിക്കാം, അദ്ദേഹത്തിന് അസൗകര്യം ഉണ്ടായിരുന്നിരിക്കാം. എങ്ങനെയായിരുന്നാലും അദ്ദേഹം വരാതിരുന്നത് ഒരു കഷ്ടമായി തോന്നി. ഇത്രയും വലിയൊരു പരിപാടിയിൽ, ഇന്ത്യക്കാരുടെ പരിപാടിയിൽ ഒരു ഇന്ത്യക്കാരൻ മേയർ വന്നില്ലെങ്കിൽ പിന്നെന്താണ് അത്? ഗവർണർ വന്നു, മേയറും കൂടെ വന്നിരുന്നെങ്കിൽ കുറേ കൂടെ മനോഹരമായിരുന്നു. പിന്നെ ഈ കോൺസുലേറ്റിൻ്റെ ഒരു പ്രാതിനിധ്യവും കോൺസൽ ജനറലിനെ ഒന്നും കണ്ടില്ല. ഇനി പിന്നീടെങ്ങാനും വന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയായിരുന്നാലും ഈ പരേഡിൽ ഈ ചെറുപ്പക്കാർ ധാരാളമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെ. ഈ നടക്കാനായിട്ടുള്ള ആളുകൾ, കുറേ ഫ്ലോട്ടുകളുണ്ടായിരുന്നു. ആ ഫ്ലോട്ടുകളെ പറ്റിയാണെങ്കിലും ഈ പഴയ കാലത്ത് ഒരു 30-40 ഫ്ലോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യമൊന്നും അത്രയും ഫ്ലോട്ടുകളൊന്നും കണ്ടില്ല. ഉള്ള ഫ്ലോട്ടുകളാകട്ടെ മതപരമായ ഫ്ലോട്ടുകളാണ് കൂടുതലും, മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ പതിവ് ഫ്ലോട്ടുകളുണ്ട്, ബ്രഹ്മകുമാരീസ്, ആനന്ദമാർഗ്, അങ്ങനെയൊക്കെയുള്ള കുറേ സംഘടനകൾ സ്ഥിരം. ഇപ്രാവശ്യം ആ ഫാലുൻ ഡാഫ എന്ന് പറഞ്ഞ ഒരു ചൈനീസ് സംഘടനയുടെ ആളുകൾ നടക്കുന്നതും കണ്ടു. മഞ്ഞ വസ്ത്രം ധരിച്ച് നല്ല മനോഹരമായിരുന്നു. അപ്പോൾ അവർ ഫാലുൻ ഡാഫ അല്ലെ ഫാലുൻ ഗോങ് എന്ന് പറഞ്ഞത് ചൈനയിലെന്തോ നിരോധിക്കപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നൊരു മതവിഭാഗമാണ്. മതം അല്ല, ഒരു മതപരമായ ആത്മീയ സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ പ്രതിനിധികളാണ് ഇവർ. അപ്പോൾ നമ്മുടെ ഈ ഹൈന്ദവ വിശ്വാസമൊക്കെ ആയിട്ട് ഒത്തുനിൽക്കുന്ന, അതുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്താവുന്ന ഒരു സംഘടനയാണെന്ന് തോന്നുന്നു. എങ്ങനെയായാലും അവരുണ്ടായിരുന്നു. അവരുടെ ആ മാർച്ച് വളരെ ശ്രദ്ധേയമായിട്ട്, വളരെ മനോഹരമായിട്ട് തോന്നി. പിന്നെ മറാഠി സംഘങ്ങൾ, മറാഠി യുവതികളൊക്കെ അവതരിപ്പിച്ച നൃത്തം, നിക്കിറ്റ ഷാ തോൾ എന്ന് പറഞ്ഞ ആ തോൾ, ആ ചെണ്ട പോലത്തെ ആ പെരുമ്പറ കൊട്ടിയുള്ള ഡാൻസും അത് മനോഹരമായിരുന്നു, അത്യന്തം മനോഹരം. പതിവ് പോലെ എല്ലാ വർഷവും ഉള്ളതാണ്. പിന്നെ പതിവ് പോലെ നമ്മുടെ വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപവും വഹിച്ചുകൊണ്ട് കുറച്ച് പേര് നടക്കുന്ന അതുണ്ടായിരുന്നു. അതെല്ലാ വർഷവും ഉള്ളതാണ്, എല്ലാ പ്രാവശ്യവും ഉള്ളതാണ്. പിന്നെ ഈ ക്രൈസ്തവരുടെ തന്നെ ഒരു വലിയ കുരിശ് വഹിച്ചുകൊണ്ടുള്ള അതൊരു ഫ്ലോട്ട് ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളുടെ ഒരു ഫ്ലോട്ടിൽ അതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, മുസ്ലിങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് എന്നാണ് അവരുടെ ആ മുദ്രാവാക്യം തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ അംബേദ്കറുടെ ഒരു ഫ്ലോട്ടിൽ പറഞ്ഞിരിക്കുന്നത് മോഡേൺ ഇന്ത്യയുടെ ശില്പിയാണ് അംബേദ്കർ. അപ്പം മോഡേൺ ഇന്ത്യയുടെ ശില്പി, അത് ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യ. അപ്പം ഗാന്ധിജിയും നെഹ്റുവൊക്കെ പഴയ ഇന്ത്യയുടെ ശില്പികൾ എന്നുള്ള രീതിയിൽ. എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ല, ഈ മോഡേൺ ഇന്ത്യയുടെ ശില്പി ഒരുപക്ഷെ അംബേദ്കർ ആയിരിക്കാം. ഇപ്പം നമ്മുടെ ഈ CJP പാർട്ടി പാർട്ടി ആ പിള്ളേർ അവരും അംബേദ്കറുടെ ചിത്രമാണ് എടുത്ത് കാണിച്ചുകൊണ്ടിരുന്നത്. ഗാന്ധിജിയുടെ ചിത്രമോ നെഹ്റുവിൻ്റെ ചിത്രമോ അല്ല. അപ്പോൾ ആ അംബേദ്കറുടെ ആശയങ്ങൾ, അംബേദ്കറുടെ നിലപാട്, അതുപോലെ തന്നെ ദളിതരുടെ ആ വളർന്നു വരുന്ന പ്രാധാന്യം, ഇതൊക്കെയാണ് എടുത്തു കാണിച്ചത്. എങ്ങനെയായാലും അംബേദ്കർക്ക് പ്രാധാന്യം കിട്ടിയതിൽ നമുക്ക് ആർക്കും ഒരു വിരോധവും ഇല്ല. തീർച്ചയായിട്ടും അദ്ദേഹവും ഫൗണ്ടിങ് ഫാദർ തന്നെയാണ്, ഇന്ത്യയുടെ ഫൗണ്ടിങ് ഫാദർ തന്നെയാണ്. അർഹിക്കുന്ന ബഹുമാനം അദ്ദേഹത്തിന് ലഭിക്കുന്നതിൽ ഒരു അഭംഗിയുമില്ല. പിന്നെ ഈ പരേഡിനെ പറ്റി വേറെ എന്താണ് സാധാരണ പറയാൻ പറ്റിയ വലിയ കാര്യങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ് ഈ പരേഡിൻ്റെ ഒരു പ്രത്യേകത. ഈ ബോളിവുഡ് നടീനടന്മാർ സാധാരണ വലിയ അമിതാഭ് ബച്ചൻ ഒരു സമയത്ത് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാനത് കണ്ടതായിട്ട് ഓർക്കുന്നില്ല. അങ്ങനെ ഉള്ള വലിയ നടന്മാരാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം പൂജ ഹെഗ്ഡെ എന്ന് പറഞ്ഞ ഒരു നടി, അവരെ സൗത്ത് ഇന്ത്യൻ നടിയായിരിക്കും തോന്നുന്നു, അവരാണ് കാര്യമായിട്ടുണ്ടായിരുന്നത്. പിന്നെ അദീബി ശേഷ് എന്ന് പറഞ്ഞൊരു നടൻ, അദ്ദേഹം ഏത് ഭാഷയാണെന്ന് അറിഞ്ഞും കൂടാ. അപ്പോൾ അങ്ങനെ ആ ഒരു അട്രാക്ഷനും ഇല്ലായിരുന്നു. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ പരേഡിന് ആ പഴയൊരു ഗും ഇല്ല എന്ന് തോന്നിപ്പോയി. ഇനി അത് എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇനിയിപ്പം അതിൻ്റെ വിശദമായ റിപ്പോർട്ടുകളൊക്കെ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനാവുക. എന്തായാലും ഇന്ത്യ ഈ ത്രിവർണ്ണ പതാക വഹിച്ചുകൊണ്ട് ന്യൂയോർക്ക് നഗരത്തിലൂടെ അഭിമാനപൂർവ്വം നടക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യക്ക് ഭാരതാംബയ്ക്ക് ജയ് വിളിച്ചുകൊണ്ട് നടക്കാനായിട്ട് കഴിഞ്ഞു. അത് ധാരാളം ആളുകൾ കാണുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയായാലും നല്ലൊരു പരിപാടി. വീണ്ടും 44 വർഷമായി. ഇനിയും അത് ദീർഘകാലം ഇങ്ങനെ വിജയകരമായിട്ട് മുന്നോട്ട് പോകട്ടെ. പുതിയ തലമുറ കൂടുതലായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു.